ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. രണ്ടാൾക്കും വയ്യാതിരിക്കുമ്പോ ഈ തണുപ്പത്ത് നിങ്ങൾ പുറത്തൊന്നും കിടക്കണ്ട. വന്ദനെ, നമ്മുടെ മുറി റെഡിയാക്കി അവർക്ക് കൊടുക്ക്. ദേ, ഇന്ന് നിങ്ങൾ അവിടെയാണ് കിടക്കുന്നത്. വിനുവേട്ടനും മീനാക്ഷിയും, കേട്ടല്ലോ? ഞാനും ചന്ദ്രുവും അപ്പുറത്ത് ഹാളിൽ കിടന്നോളാം. നിങ്ങൾ ആ മുറി കിടന്നോ. അച്ഛാ, അച്ഛന്റെ മനസ്സ് ഞങ്ങൾക്കറിയാം. ഞങ്ങൾക്കൊരു പരാതിയുമില്ല. അമ്മയ്ക്കും അച്ഛനും സുഖമില്ലാത്തല്ലേ. നിങ്ങൾ ഈ തണുപ്പത്ത് തറയിൽ കിടക്കാൻ പാടില്ല. അച്ഛൻ പോയി കിടന്നോളൂ. മോളെ, ഇത് കണ്ടോ? വിനു മീനാക്ഷി ഇവിടെയാ കിടക്കുന്നത്. എന്താ വിനുവേട്ട ഇതൊക്കെ? എന്തൊക്കെയാ കാണിക്കുന്നേ? വിനുവേട്ടനും മീനാക്ഷിയും ഇവിടെയാണോ കിടക്കാൻ പോകുന്നേ? ഇങ്ങനൊരു ദിവസം ഇവിടെ നിലത്ത് കിടക്കത്തക്ക വിധത്തിൽ അനാഥനൊന്നല്ല ഞങ്ങളുടെ വിനുവേട്ടൻ. മീനാക്ഷി, പായൊക്കെ എടുത്ത് മാറ്റി. ഈ വീട്ടിലെ മൂത്ത മരുമകളാ ഞാൻ. ആ അധികാരം വെച്ച് പറയുക, രണ്ടാളും മുറിയിൽ കിടന്നാ മതി. മീനാക്ഷിക്ക് സന്തോഷമായി. മരിച്ചാ പോലും എന്നെ ഓർത്തൊരുതുള്ളി കണ്ണീര് പൊഴിക്കാൻ ആരുമില്ലാത്തവളായിരുന്നു ഞാൻ. പക്ഷേ എന്റെ വിനുവേട്ടനെ സ്നേഹിക്കാൻ ഇത്രയും പേരുള്ളത് കാണുമ്പോ എന്റെ മനസ്സ് എന്താ മീനാക്ഷി ഇതൊക്കെ? അയ്യേ, നാണക്കേട്. ആണുങ്ങൾ ഇങ്ങനെ കരയാൻ പാടുണ്ടോ? മുത്തശ്ശിക്ക് ആകുമായിരുന്നെങ്കിലേ ദാ ഇപ്പൊ ഒരു വടിയെടുത്ത് നല്ല അടിവെച്ച് തന്നെ. എന്താ എല്ലാവരും കൂടി ഒരു സമ്മേളനം? മുത്തശ്ശിക്ക് വയ്യേ? എന്താ വന്ദനെ? മോനെ, അതൊന്നും അല്ല പ്രശ്നം. അച്ഛാ, ഞാൻ പറയാം. മീനാക്ഷിക്കും വിനുവേട്ടനും മുറി കൊടുക്കാതെ മനോജ് അവന്റെ മുറിയും പൂട്ടി പോയില്ലേ? ഇപ്പോ ഇവര് നിർബന്ധം പിടിക്കുന്നു മുത്തശ്ശിക്ക് കൂട്ടായിട്ട് അവരിവിടെ കിടക്കുള്ളൂ എന്ന്. ശരിയാണോ വിനുവേട്ടാ? ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ എത്ര പ്രധാനപ്പെട്ടതാണെന്ന് അറിയില്ലേ? വിനുവേട്ടൻ ഇവിടെ ഒന്നും കിടക്കണ്ട. മീനാക്ഷി ഇന്ന് ഈ വീട്ടിലേക്ക് വന്ന് കയറിയതല്ലേ ഉള്ളൂ. നിങ്ങൾ നേരത്തല്ലേ കിടക്കാനുള്ളത്. അത് ഞാൻ പറഞ്ഞതാ മോനെ. ഞാനും ചന്ദ്രുവും ഹാളിൽ കിടക്കാം. ഞങ്ങളുടെ മുറിയിൽ ഇവര് വന്ന് കിടന്നോളാൻ. ആര് കേൾക്കാൻ? അതൊന്നും വേണ്ടച്ചാ. രണ്ടാൾക്കും വയ്യാതിരിക്കുമ്പോ ഈ തണുപ്പത്ത് നിങ്ങൾ പുറത്തൊന്നും കിടക്കണ്ട. വന്ദനെ, നമ്മുടെ മുറി റെഡിയാക്കി അവർക്ക് കൊടുക്ക്. ദേ, ഇന്ന് നിങ്ങൾ അവിടെയാണ് കിടക്കുന്നത്. വിനുവേട്ടനും മീനാക്ഷിയും, കേട്ടല്ലോ? മോനെ ജഗ, എന്റെ രണ്ടു മക്കൾക്കും ഇല്ലാത്ത സ്നേഹവും വിവേകവും നിനക്കുണ്ടല്ലോ മോനെ. വിനു, മീനാക്ഷി, ജഗം പറയുന്നത് കേൾക്ക്. ഞങ്ങളെ വിഷമിപ്പിക്കാതെ രണ്ടാളും അവിടെ പോയി കിടക്ക്. വേണ്ട ഏട്ടാ. ജഗൻ ചേട്ടൻ പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോ എനിക്കൊരു കൂടപ്പിറപ്പിനെ കിട്ടിയതുപോലെയുണ്ട്. എനിക്കിപ്പോ എല്ലാവരും ഉണ്ട്. ഭർത്താവ്, അച്ഛൻ, അമ്മ,
സഹോദരങ്ങള്, നിങ്ങളോടെല്ലാം ഒരുപാട് നന്ദിയും സ്നേഹമുണ്ട്. പക്ഷേ ഞാൻ വന്നത് കാരണം ഈ വീടിന്റെ സമാധാനം തകരരുത്. ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയും ചെയ്യരുത്. എനിക്കത് സഹിക്കാൻ പറ്റില്ല. മോളെ, അമ്മയ്ക്കറിയാലോ ജീവിതത്തിലെ സ്നേഹവും കരുതലും എന്താണെന്ന്. ഞാൻ ഇപ്പോഴാ അറിയുന്നത്. അതെനിക്ക് നഷ്ടപ്പെടുത്താൻ വയ്യ. സ്വന്തം എന്ന് പറയാൻ ആരോരും ഇല്ലാത്തവളുടെ സ്വാർത്ഥതയാവാം, അല്ലെങ്കിൽ ഒരു നിസ്സഹായത. മണിയറ ഒരുക്കുന്നതിലോ സ്വന്തമായിട്ടൊരു മുറി അനുവദിച്ചു കിട്ടുന്നതിലോ എത്രയോ വലുതാണ് എനിക്കിപ്പോ നിങ്ങൾ തരുന്ന സ്നേഹം. ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവാതെ ഞാനും വിനുവേട്ടനും ഇവിടെ കിടന്നോളാം. മുത്തശ്ശിക്കൊരു കൂട്ടായിക്കോട്ടെ. ഏയ്, അത് വേണ്ട മീനാക്ഷി. വിനുവേട്ടൻ എന്റെ ഭാര്യയുടെ കൂടപ്പുറപ്പാ. പ്രകാശേട്ടനും മനോജേട്ടനും കൊടുക്കുന്ന അതേ സ്ഥാനം തന്നെയാ ഞാൻ വിനുവേട്ടനും കൊടുത്തിരിക്കുന്നത്. ഞങ്ങള് മുറി നിങ്ങൾക്ക് തരുന്നത് മീനാക്ഷി പറഞ്ഞ പോലെ ത്യാഗവും മഹാകാര്യങ്ങളും ഒന്നും അല്ല. അത് ഞങ്ങളുടെ കടമയാ. ഈ വീട്ടിലെ മറ്റ് 2 ആൺമക്കളെ പോലെ മീനാക്ഷി എന്നെ കാണണ്ട. ത്യാഗവും സ്നേഹവും ഉയർത്തിപ്പിടിച്ച പൊതുപ്രവർത്തനായ ഒരു അച്ഛന്റെ മകനാണ് ഞാൻ. ആ രക്തം തന്നെയാ ഇപ്പോഴും എന്റെ ഞരമ്പുകളിലൂടെ ഓടുന്നത്. മറ്റൊന്നും ചിന്തിക്കണ്ട. നിങ്ങൾ അവിടെ പോയി കിടക്ക്. ജയൻചേട്ടാ, ബിനുവേട്ടന്റെ മനസ്സ് കണ്ടില്ലേ? ഇതുവരെ നിലത്ത് കിടന്നിട്ടില്ലാത്ത ജയൻചേട്ടനും ദിയമോളും നിലത്ത് കിടക്കുമ്പോ ഞങ്ങൾക്ക് സഹിക്കില്ല. മോളെ മീനാക്ഷി, ജഗൻ പറയുന്നതൊന്ന് കേൾക്ക്. എന്റെ ഭർത്താവ് കാട്ടിക്കൂട്ടിയതൊക്കെ കണ്ട് ആകെ നീറി നിൽക്കുവാ ഞാൻ. എന്ത് പറയണമെന്ന് പോലും എനിക്കറിയില്ല. എന്റെ മനസമാധാനത്തിന് വേണ്ടിയെങ്കിലും ജഗൻ പറയുന്നത് കേൾക്കണം. വാ മീനാക്ഷി, മിനുട്ടം വന്നേ. മുറിയൊക്കെ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. മീനാക്ഷി, അമ്മയും അച്ഛനെയും വിഷമിപ്പിക്കാതെ ചെല്ല്. മോളെ, നീ എന്റെ മരുമകളല്ല, മകളാ. ഇവിടെ മറ്റുള്ളവർ അനുഭവിക്കുന്നതൊക്കെ നീയും കൂടെ അനുഭവിക്കാനുള്ളതാ. ബിനുവിനെ വിളിച്ചോണ്ട് ചെല്ലും മോളെ. വാ, ചെല്ല്. സ്വന്തം മക്കൾ എന്നെ തോൽപ്പിക്കാൻ നോക്കിയപ്പോ മരുമകൻ എന്നെ തോൽക്കാൻ വിട്ടില്ല. അല്ലേ ജഗ? കേട്ടില്ലമ്മേ. അച്ഛനിപ്പോഴും എന്നെ മരുമന് സാധനം കൊടുത്തിട്ടുള്ളൂ, മകനായിട്ട് കണ്ടിട്ടില്ല. മാനത്തെ കൊട്ടാ